ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു MinuzWorld. ഇന്ന് നമുക്കൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ. ഒരു കപ്പ് മൈദ ഇട്ടിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയല്ല, സാധാരണ ഓയിൽ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് കൈ വെച്ചിട്ട് അതിന് മിക്സാക്കി കൊടുക്കുക. ഇനി കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ. മൈദ ആയതുകൊണ്ട് തന്നെ കുറച്ച് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ചും കൂടി എണ്ണ നമുക്ക് ഇതിലേക്ക് പുരട്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു 1/4 കപ്പ് ചീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായ ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന് വരിക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ചിക്കനൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ചിക്കനില്ല, ബീഫില്ല, മുട്ടയില്ല, ഒന്നുമില്ല. വെറും വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഈ ഒരു സ്നാക്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇതൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളെ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി തന്നെ എടുക്കാം. ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്കിതിങ്ങനെ ചെറിയ ഒട്ടലുണ്ടാവും. മൈദ ആയതുകൊണ്ട് തന്നെ ചെറിയ ഒട്ടൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറേശ്ശെ ആയിട്ട് മൈദപ്പൊടി ഇതേപോലെ ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ആ ബോളിലും കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് പ്രസ്സിൽ പരത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ നമ്മൾ ചപ്പാത്തി പാലക വെച്ചിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ തന്നെ നല്ലോണം വലുതായി വരും കേട്ടോ. അപ്പോൾ തന്നെ നമുക്കിങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ആവശ്യത്തിനുള്ള വട്ടം ആയിട്ടുണ്ട്. നല്ല തിന്നായിട്ട് പരത്തണം കേട്ടോ. അധികം കട്ടിയില്ലാതെ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് വേണ്ട ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിനിപ്പോൾ റൗണ്ടിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ചെറുതാക്കി പരത്തിയിട്ട് റൗണ്ടാക്കി എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് കണ്ടോളൂ, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒരും കൂടെ 4 പീസാക്കി മാറ്റുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഓരോ പീസും ഇത്രയൊരു സൈസിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ അടുത്തത് നമുക്ക് ഫില്ലിങ് വയ്ക്കാനുണ്ട്. ഇനി നമുക്കൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അഥവാ വലിപ്പം ചിലപ്പോൾ മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് വലിപ്പം കുറയും. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1 ടീസ്പൂൺ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ആ നടുവിലായിട്ട് മാത്രം ഫില്ലിങ് വെച്ചാൽ മതി, അരികിലേക്ക് വെക്കരുത്. അരികിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്. പിന്നെ അധികം ഓവറായിട്ട് ഫില്ലിങ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ അടുത്ത പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇത് പിന്നെ നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ ഒട്ടും കേട്ടോ. വെള്ളമോ അല്ലെങ്കിൽ വേറെ മൈദപ്പൊടിയോ മുട്ടയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് അമർത്തിയാൽ തന്നെ ഇതിങ്ങനെ പ്രസ്സായി പോവും. ഇനി ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ഒട്ടും അത് പുറത്തേക്കൊന്നും വരില്ല, എണ്ണ കുടിക്കൂല. ഇത് കണ്ടില്ല, ഇതുപോലെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫില്ലിങ്സ് തന്നെ പൊട്ടി നിൽക്കുന്നുണ്ടോ തോന്നുകയാണെങ്കിൽ ബാക്കിലും കൂടെ അങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിവിടെ ഷൂട്ടിങ്ങിൻ്റെ അടിയിലൊക്കെ ഭയങ്കര പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അതെപ്പോഴും ഉണ്ടോ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാ ഒരു പാത്രത്തിൽ മുട്ട ബീറ്റ് ചെയ്തതും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കോൺഫ്ലെക്സ് ആണ്. ബ്രെഡ് ക്രംസ് അല്ല, കോൺഫ്ലെക്സ്. കോൺഫ്ലെക്സ് കൈ വെച്ചിട്ട് തന്നെ ചെറുതാക്കി പൊടിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഇതാ ഇതുപോലെ നമ്മളെ മറ്റേ കൈ വെച്ചിട്ട് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ബ്രെഡ് ക്രംസിനെ പോലെയല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയാവും. കോൺഫ്ലെക്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ പിടിക്കും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. ബ്രെഡാകുമ്പോൾ നമുക്ക് കുറച്ച് പണിയാണല്ലോ, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടൊക്കെ വേണമല്ലോ. ഇത് കോൺഫ്ലെക്സ് ആയതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഏത് ബ്രെഡ് ക്രംസിലും വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ബ്രെഡ് ക്രംസിനെക്കാട്ടിലും കോൺഫ്ലെക്സിലാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഒരു കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് മുട്ടയിൽ മുക്കുന്നുണ്ട്, ഇടത്തെ കൈ കൊണ്ടാണ് കേട്ടോ കോൺഫ്ലെക്സ് ഇടുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ കോൺഫ്ലെക്സ് പെട്ടെന്ന് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെറുതെ സാധാരണ എല്ലാ സ്നാക്കിനെ കൂടെ പറയണ പോലെയല്ല കേട്ടോ. ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. കാരണം അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് ഓൺ ദി സ്പോട്ടിൽ തീരുന്ന ഒരു സ്നാക്കാണ്. ഇതിപ്പോൾ ഡെയിലി ഇവിടെ ഉണ്ടാക്കാറുണ്ട്, പതിവാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് തന്നെയാണ്. പിന്നെ ഇത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, മൈദ മാത്രം നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. വേറെ എല്ലാ വെജിറ്റബിൾ ആണല്ലോ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടും എണ്ണ കുടിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ടിഷ്യൂലൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒട്ടും നമ്മൾ സാധാരണ സ്നാക്കൊക്കെ എണ്ണയിലൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയൊക്കെ എന്തായാലും ടിഷ്യൂലൊക്കെ വരും. അത് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ അതിനാണ് ടിഷ്യൂ വെക്കുന്നത്. അപ്പോൾ അതെടുത്ത് കഴിയുമ്പോൾ നിറയെ അതിനകത്ത് എണ്ണ വരും. പക്ഷേ ഈ ഒരു സ്നാക്കിന് ആ എണ്ണ കുടിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് പതുക്കെ ഇങ്ങനെ മറിച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ. ഓവർ ഫ്ലെയിമിൽ ചെയ്യരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.